ഗുഡ് മോർണിംഗ്. കേൾക്കുന്നുണ്ടോ? Yes, sir. Yes, sir. സാർ. സോ ഇനി നമുക്ക് ഇമ്പാക്ട് ഓഫ് ജെറ്റ് ഓൺ എ സ്റ്റേഷനറി കർവ്ഡ് പ്ലേറ്റിലേക്ക് പോകാം. ഈ സ്റ്റേഷനറി കർവ്ഡ് പ്ലേറ്റിൽ 3 കേസ് ഉണ്ട്, സബ് കേസസ് ഉണ്ട്. ഓക്കെ, കേസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ നോസിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ജെറ്റ് ഇറ്റ് ഈസ് സ്ട്രൈക്കിംഗ് ദ സെന്റർ ഓഫ് ദി കർവ്ഡ് പ്ലേറ്റ്. കർവ്ഡ് പ്ലേറ്റിന്റെ സെന്ററിൽ സ്ട്രൈക്ക് ചെയ്യാം. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ടാൻജൻഷ്യൽ ആയിട്ട് പോകും. ടാൻജൻഷ്യൽ ആയിട്ട് പോകുമ്പോൾ തന്നെ സിമെട്രിക്കൽ ആയിട്ടുള്ള പ്ലേറ്റിലും സ്ട്രൈക്ക് ചെയ്യുന്നു, അൺസിമെട്രിക്കൽ ആയിട്ടുള്ള പ്ലേറ്റിലും സ്ട്രൈക്ക് ചെയ്യണം. സോ 3 സബ് ഡിവിഷൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. കേസ് എ നമുക്ക് നോക്കാം. ജെറ്റ് സ്ട്രൈക്സ് the center of the plate. Okay. പ്ലേറ്റിന്റെ സെന്ററിൽ സ്ട്രൈക്ക് ചെയ്യണം. ആദ്യം നമുക്ക് ചെയ്യാനില്ല. Draw the plate first. Curved ആയിട്ടുള്ള പ്ലേറ്റ് ജസ്റ്റ് ആൻഡ് റെപ്രസെന്റ് സിംബോളിക് റെപ്രസെന്റേഷൻ ആണ്. കർവ് പ്ലേറ്റ് ആണ്. പൈപ്പാണ്, ഇത് നോസിൽ സെക്ഷൻ ആണ്. നോസിൽ സെക്ഷനിൽ സ്ട്രൈക്ക് സെന്റർ ഭാഗത്തേക്കാണ് സ്ട്രൈക്ക് ചെയ്യുന്നത്. ഇവിടെ സ്ട്രൈക്ക് ചെയ്താൽ the water will split up into 2 channels. ഇങ്ങനെയൊന്നും ഈ 2 രീതിയിലേക്കാണ് വാട്ടർ ഫ്ലോ ഉണ്ടാവുക. ഇവിടെ we will be using the same assumptions. First one, plate needs to be smooth. സ്മൂത്ത് ആയതുകൊണ്ട് തന്നെ എന്താണ്, there is no subsequent energy losses. So now ഇതിന് നേരത്തെ കേസിന് x axis ആയിട്ട് then I'm drawing a vertical axis. ഇങ്ങനെ ഒരു vertical axis so along the direction of jet എന്ന് പറഞ്ഞാൽ along x axis ആണ്. Along x axis with the velocity v ആണ് velocity. ഈ ഡയറക്ഷനിൽ v ആണ് velocity. Okay, so ഇത് സ്മൂത്ത് ആയതുകൊണ്ട് തന്നെ എനർജി ലോസ് ഇല്ലാത്തതുകൊണ്ട് ആഫ്റ്റർ സ്ട്രൈക്കിംഗ് ഇതിന്റെ വെലോസിറ്റി എന്തായിരിക്കും? v തന്നെ ആയിരിക്കും. ടു മെയിൻറ്റെയിൻ ദ സെയിം വെലോസിറ്റി. അതായത് v ഇങ്ങനെയാണ്, ഇത് സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഹാവ് 2 വെലോസിറ്റീസ്. ഈ ഡയറക്ഷനിലേക്ക് പോകാം. സോ ഇതൊരു വെലോസിറ്റി ഡയറക്ഷൻ, അത് v തന്നെയാണ്. ഈ v എന്ന് പറഞ്ഞ വെലോസിറ്റിനെ നമുക്ക് 2 കോമ്പണന്റ് ആയിട്ട് ഇനി റിസോൾവ് ചെയ്യാം. ഒന്ന് ജെറ്റിന്റെ ലൈൻ ഓഫ് ആക്ഷൻ, ഇമ്പാക്ട് ഓഫ് ജെറ്റിന്റെ ലൈൻ ഓഫ് ആക്ഷൻ അതിനാണ് അതേ ലൈൻ ഓഫ് ആക്ഷൻ. മറ്റേത് ആ ഇമ്പാക്ട് ഓഫ് ജെറ്റ് പെർപെൻഡിക്കുലർ. v ഇതാണ് ഈ ഔട്ട്ലെറ്റ്, അതായത് കർവ്ഡ് പ്ലേറ്റിന്റെ ഔട്ട്ലെറ്റിൽ ഈ ജെറ്റ് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ ആണ്. ആംഗിൾ ബി തീറ്റ. Then this component will be v cos theta.
അത് ഈ ഔട്ട്ലെറ്റിൽ, ഈ കർവ് പ്ലേറ്റിന്റെ ടിപ്പിലെ ഔട്ട്ലെറ്റിലും ഈ ടിപ്പിന്റെ ഔട്ട്ലെറ്റിലും രണ്ടും സെയിം ആയിരിക്കും. നോ ഡിഫറൻസ് ഉണ്ട്. ദിസ് ഈസ് അഗൈൻ എ ഫിക്സഡ് പ്ലേറ്റ് ആണ്. ഫിഗർ ക്ലിയർ അല്ലേ? Yes, sir. Yes, sir. So force exerted by the jet in the direction of jet. Jet എങ്ങനെയാണോ പോകുന്നത് അതേ ഡയറക്ഷനിലേക്ക് ഇമ്പാക്ട് ഉണ്ടാകുമ്പോൾ ജെറ്റ് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ്, ഇഫ് യു വാണ്ട് ടു ഫൈൻഡ് ഔട്ട് ആ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഫോഴ്സ് Fx is equal to mass per second, mass of jet per second multiplied by initial velocity minus final velocity ആണ് അല്ലേ? ഇത് along the direction of x ആണ്. Initial velocity along the direction of x നെ ഞാൻ v1x എന്ന് ഡിനോട്ട് ചെയ്യും, മൈനസ് ഫൈനൽ വെലോസിറ്റി, അതായത് സ്ട്രൈക്ക് ചെയ്തതിനു ശേഷം x ഡയറക്ഷനിലേക്കുള്ള വെലോസിറ്റി v2x എന്ന് ഡിനോട്ട് ചെയ്യും. So Fx, force exerted by the jet in the direction of jet, is equal to mass per second multiplied by v1x minus v2x. What is v1x? Initial velocity in the direction of x. v2x, final velocity in the direction of jet. ഈ v1x എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇനീഷ്യൽ വെലോസിറ്റി ഈ ഡയറക്ഷനിൽ ക്യാപിറ്റൽ v ആണ് അല്ലേ? ബിഫോർ സ്ട്രൈക്കിംഗ് വെലോസിറ്റി v അല്ലേ? അല്ലേ? ആഫ്റ്റർ സ്ട്രൈക്കിംഗ് ആണ് ഈ ഇൻക്ലിനേഷനിലേക്ക് v പോകുന്നത്. സോ ഈ ഇൻക്ലിനേഷനിലേക്ക് പോകുന്ന v-നെ നമ്മൾ ഈ ഡയറക്ഷനിലേക്ക് എടുക്കുന്ന പറഞ്ഞാൽ അതിന്റെ ഈ റിസോൾവ്ഡ് കോമ്പണന്റ് v cos θ എടുക്കണം. ദാറ്റ് മീൻസ് v2x എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? v cos θ ആയിരിക്കും, ബട്ട് വിത്ത് എ നെഗറ്റീവ് സൈൻ. നെഗറ്റീവ് സൈൻ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെ? സ്ട്രൈക്കിങ്ങിന് ശേഷം ഇതിന്റെ ഡയറക്ഷൻസ്, ഇതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ ഇതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ സെയിം ആണ്, പാരലൽ ആണ്. പക്ഷെങ്കിൽ ഈ ഇനീഷ്യൽ വെലോസിറ്റി വിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണെങ്കിൽ ഫൈനൽ വെലോസിറ്റി ആഫ്റ്റർ സ്ട്രൈക്കിംഗ് ഇതേ ഡയറക്ഷനിൽ അത് ഇങ്ങോട്ടാണ്. അതുകൊണ്ട് നെഗറ്റീവ് v cos θ ആണ്. ക്ലിയർ ആണോ? Yes, sir. Okay. അങ്ങനെയാണെങ്കിൽ ഹൗ ക്യാൻ യു റൈറ്റ് എഫക്ട്സ്? എഫക്ട്സ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഞാൻ ഈ പോർഷൻ ഒന്ന് റബ് ചെയ്യുന്നതാണ്. Fx, how can we write Fx? Fx is equal to mass per second or rho into a into b multiplied by v1x or v ആണ് minus of minus v cos θ. കാരണം v2x എന്ന് പറഞ്ഞാൽ മൈനസ് v cos θ ആയിരുന്നു. മൈനസ് ഓഫ് മൈനസ് നമുക്ക് മാറ്റാം. So this can be rewritten as rho into a into v common v square into 1 plus cos θ. Equation number 1. Clearly equation? അടുത്തത് ഫോഴ്സ് ഇൻ എ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് ജെറ്റ്. ജെറ്റ് ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് മാസ് ഓഫ് ജെറ്റ് പെർ സെക്കൻഡ് മൾട്ടിപ്ലൈഡ് ബൈ v1x v2x എഴുതിയ പോലെ തന്നെ v1y മൈനസ് v2y എഴുതാം. v1y എന്ന് പറഞ്ഞാൽ എന്താ? ഇനി ഇത് രണ്ടും along the y direction ആണ്. y direction perpendicular to that of the jet ആണ്. So v1y എന്ന് പറഞ്ഞാൽ initial velocity in this direction, v2y എന്ന് പറഞ്ഞാൽ final velocity in this direction. Initial velocity in this direction എന്താ? 0 ആണ്. കാരണം എന്താ? Initial velocity ഈ ഡയറക്ഷനിലാണ്. That means
v1 by is 0 കാരണം നമുക്ക് ആ ഡയറക്ഷനിൽ വെലോസിറ്റി ഇല്ല അല്ലേ? Yes, sir. ബട്ട് ഫൈനൽ വെലോസിറ്റി v2y എന്ന് പറഞ്ഞാൽ എന്താണ്? v sin theta. y direction സെയിം y ഡയറക്ഷനിൽ v sin theta. അതാണ് ഫൈനൽ വെലോസിറ്റി. ഫൈനൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ സ്ട്രൈക്കിംഗ് ജെറ്റിന്റെ വെലോസിറ്റി v ആണ്, സെയിം വെലോസിറ്റി v മെയിൻ, പക്ഷേ ഈ ഡയറക്ഷൻ തീറ്റ ഡയറക്ഷനിലാണ്. അതിന്റെ y ഡയറക്ഷനിലെ കോമ്പണന്റ് ആണ് v sin. ഇവിടെ കാണിച്ചിട്ടത് ഫൈനൽ വെലോസിറ്റിന്റെ കാര്യങ്ങളാണ്. ഇത് ഇനീഷ്യൽ വെലോസിറ്റി. ക്ലിയർ അല്ലേ ഇത് രണ്ടും? Yes, sir. So how can we write fy? Fy നെ എങ്ങനെ എഴുതാം? Fy is equal to mass per second എന്ന് പറഞ്ഞാൽ mass per rate, rho into a into v multiplied by 0 minus v sin theta. v common എടുത്താൽ fy can be written as rho a v square sin theta with a negative sign. Clear അല്ലേ? Yes, sir. സോ ഇത് കേസ് 1 എഫ് എക്സ് എഫ് ഐ നമ്മൾ എഴുതിയത്. കേസ് 1 എന്താണ്? ഒരു കേർവ്ഡ് പ്ലേറ്റ് ഉണ്ടെങ്കിൽ, കേർവ്ഡ് പ്ലേറ്റ് ഇങ്ങോട്ടുണ്ട്, ഞാനിത് എഴുതാൻ വേണ്ടിയിട്ട് ഹാഫ് പോർഷൻ മായ്ച്ചു കളഞ്ഞതാണ്. ആ കേർവ്ഡ് പ്ലേറ്റിന്റെ സെന്ററിൽ സ്ട്രൈക്ക് ചെയ്യും. ദിസ് വാസ് കേസ് 1. Now let us move into സ്റ്റേഷനറി കേർവ്ഡ് പ്ലേറ്റിന്റെ അടുത്ത സബ്സെക്ഷൻ. സ്റ്റേഷനറി കേർവ്ഡ് പ്ലേറ്റ് ആണ് ഇതിന്റെ അടുത്ത സബ്സെക്ഷൻ. ബിയിൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ഈ കേർവ്ഡ് പ്ലേറ്റ് സിമെട്രിക് ആണ്. സിമെട്രിക്കൽ പ്ലേറ്റ് പറഞ്ഞാൽ ഞാൻ ഇപ്പം വരച്ച അതേപോലത്തെ ഫിഗർ സിമെട്രിക്കൽ പ്ലേറ്റ്. സിമെട്രിക്കൽ പ്ലേറ്റ് ആണ്. രണ്ടാമത്, ജെറ്റ് സ്ട്രൈക്ക് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു എൻഡിലാണ്, ടാൻജൻഷ്യലി അറ്റ് വൺ എൻഡ് ആണ്. അതായത് ജെറ്റ് സ്ട്രൈക്കിംഗ് ടാൻജൻഷ്യലി at one end of the plate, and end of the symmetrical ഇതാണ് ഈ സെക്ഷൻ. That is striking tangentially at one end of the symmetrically curved plate. So symmetrical ആണ് പ്ലേറ്റ്, jet striking tangentially at one end. ഇത് രണ്ടാണ് ഇത് ശ്രദ്ധിക്കേണ്ട പോയിന്റ്സ്. ഈ ടോപ്പ് ഹെഡിങ് ഒന്ന് എഴുതിക്കോ. സ്റ്റേഷനറി കേർവ്ഡ് പ്ലേറ്റ് ആണ്. സ്റ്റിൽ വി ആർ ഇൻ ഡിസ്കഷൻ ഇൻ ദ സെയിം ടോപ്പിക്. അതിലെ സെക്കൻഡ് സബ് ടോപ്പിക് ആയിരുന്നു, സബ്സെഗ്മെന്റ് ആയിരുന്നു ജെറ്റ് സ്ട്രൈക്കിംഗ് ടാൻജൻഷ്യലി അറ്റ് വൺ എൻഡ് ഓഫ് ദ സിമെട്രിക്കൽ കേർവ്ഡ് പ്ലേറ്റ്. പ്ലേറ്റ് സിമെട്രിക്കൽ ആവുന്ന കേസിൽ സിമെട്രിക്കൽ കേർവ്ഡ് പ്ലേറ്റിന്റെ ഒരു എൻഡിൽ ജെറ്റ് സ്ട്രൈക്ക് ചെയ്യണം. എഴുതിയോ? ഹെഡിങ് എഴുതിയോ? എഴുതിയോ? ഹെഡിങ് എഴുതിയാ? Yes, sir. Yes, sir.
കർവ്ഡ് പ്ലേറ്റ് ഇതാണ്. നടുവിലൂടെ ഞാൻ എക്സ് ആക്സിസ് ആണ്. പ്ലേറ്റ് ഈസ് സിമെട്രിക്കൽ അബൌട്ട് എക്സ് ആക്സിസ്. അതായത് ഇവിടെ വെച്ച് കട്ട് ചെയ്താൽ രണ്ടും ഈക്വൽ ഹാഫ്സ്, ഈക്വൽ സെയിം സൈസ്, സെയിം ഷേപ്പുള്ള പോർഷൻ കിട്ടും. സോ എക്സ് എക്സ് ആക്സിസ് ആയിട്ട് ഇത് സിമെട്രിക്കൽ ആണ് കിട്ടുക. ഓക്കെ, ബട്ട് ഈ കേസിൽ നേരത്തെ ജെറ്റ് സ്ട്രൈക്ക് ചെയ്യുന്നത് എവിടെയായിരുന്നു? സെൻട്രൽ ആയിരുന്നു. ബട്ട് ഈ കേസിൽ സ്ട്രൈക്ക് ചെയ്യാൻ പോകുന്നത് ടാൻജൻഷ്യൽ അറ്റ് വൺ എൻഡ് ആണ്. ഒരു എൻഡ് ഇവിടെയാണ്. സോ വൺ ആം ഗോയിങ് ടു ഡു ദിസ്. പൈപ്പ് ഇവിടെയുള്ളത്, nozzle at the end of pipe is situated here and the jet is flowing out from the nozzle in this direction. This direction വന്നിട്ട് ഇത് എവിടെ ഹിറ്റ് ചെയ്യുന്നത്? ഇത് ടാൻജൻഷ്യലി at one end of the curved plate ലാണ് ഹിറ്റ് ചെയ്യുന്നത്. സോ ഇത് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ പോകും? ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ the flow will be going along this surface. ഇങ്ങനെയല്ലേ ഫ്ലോ പോവുക അല്ലേ? Yes, sir. സോ ജെറ്റ് എങ്ങനെയാണ് പോകുന്നത്? Again, this is a fixed plate. Fixed plate ആണ്, പ്ലേറ്റ് മാറുന്നില്ല. സോ സപ്പോസ് ഇവിടെ ഒരു പോയിന്റ് എടുത്താൽ ജെറ്റിങ്ങിന് വരുന്നത് ഡയറക്ഷൻ ഓഫ് ജെറ്റിങ്ങിനാണ്. സോ ദ വെലോസിറ്റി along the direction of jet v എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. ഇതാണ് v, വെലോസിറ്റി ഓഫ് ജെറ്റ്. ഈ വെലോസിറ്റി ഓഫ് ജെറ്റിന് ചെറിയൊരു ഇൻക്ലിനേഷൻ ഉണ്ടല്ലോ, ആ ഇൻക്ലിനേഷൻ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഈ ഡയറക്ഷൻ പാരലൽ ടു എക്സ് ഡയറക്ഷനും പെർപെൻഡിക്കുലർ എക്സ് ഡയറക്ഷനും. ഈ ഇൻക്ലിനേഷൻ നമുക്ക് തീറ്റ ആയിട്ട് വരും. ഇവിടെ അസംപ്ഷൻ സെയിം ആണ്, പ്ലേറ്റ് സ്മൂത്ത് ആണ്. ഹെൻസ് വാട്ട് ഹാപ്പൻസ്? ഇനീഷ്യൽ വെലോസിറ്റി ബിഫോർ സ്ട്രൈക്കിംഗ് വി ആണെങ്കിൽ സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞ് പുറത്തേക്ക് പോകുമ്പോൾ സെക്കൻഡ് എൻഡിൽ, അതായത് ഔട്ട്ലെറ്റ് എൻഡിലൂടെ പോകുമ്പോഴും വെലോസിറ്റി വിൽ റിമെയിൻ ദ സെയിം. ഇത് വി ആണെങ്കിൽ ഈ എൻഡിൽ കൂടെ പോകുമ്പോഴുള്ള വെലോസിറ്റി, അതായത് ഇതാണ് വെലോസിറ്റി, ഈ വെലോസിറ്റി എന്തായിരിക്കും? വി തന്നെയായിരിക്കും. ഡിഫറൻസ്. ഇതും വി, ഇതും വി. ഈ വെലോസിറ്റി നമുക്ക് രണ്ടായി സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന് പാരലൽ ടു എക്സ് ഡയറക്ഷൻ, പെർപെൻഡിക്കുലർ എക്സ് ഡയറക്ഷൻ. ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആംഗിൾ തീറ്റ തന്നെയായിരിക്കും. സോ എലോങ് എക്സ് ഡയറക്ഷൻ ആണെങ്കിൽ the component initial velocity component along x direction ആയിരിക്കും v cos theta. ഈ ഡയറക്ഷൻ v cos theta. ഇത് v1x ആണ്, ഇനീഷ്യൽ വെലോസിറ്റി along the x direction. ഇവിടെ റിസോൾവ് ചെയ്താൽ ഇത് കിട്ടുന്നത് v cos theta. This will be v sin theta. This will also be v sin theta. സോ ഇവിടെ നമ്മൾ റിസോൾവ് ചെയ്യേണ്ട രണ്ട്, അല്ലെങ്കിൽ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട രണ്ട് സെറ്റ് ഓഫ് ഫോഴ്സസ് പറഞ്ഞാൽ ഒന്നിങ്ങനെയാണ്. ഒന്ന് എഫക്ട്സ്, ഇമ്പാക്ട് ഓഫ് ജെറ്റ് ഓർ ഫോഴ്സ് എക്സർട്ടഡ് ബൈ ജെറ്റ് അലോങ് ദി എക്സ് ഡയറക്ഷൻ. ഇത് ഫോഴ്സ് എക്സർട്ടഡ് ബൈ ദി ജെറ്റ് അലോങ് ദി വൈ ഡയറക്ഷൻ. എഫക്ട്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മാസ് പെർ സെക്കൻഡ്, മാസ് ഫ്ലോ റേറ്റ് മൾട്ടിപ്ലൈഡ് ബൈ ഇനീഷ്യൽ വെലോസിറ്റി v1x അലോങ് ദി എക്സ് ഡയറക്ഷൻ മൈനസ് ഫൈനൽ വെലോസിറ്റി v2x അലോങ് ദി എക്സ് ഡയറക്ഷൻ. ഇതാണ്. സോ അതെന്തായിരിക്കും? ഒരു ഇനീഷ്യൽ വെലോസിറ്റി v cos theta ആണ്, മൈനസ് ഓഫ് ഫൈനൽ വെലോസിറ്റി മൈനസ് v cos theta, ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ്. സോ മൈനസ് ഓഫ് മൈനസ് പ്ലസ് വരും, 2v cos theta വരും അതിൻ്റെ ഉള്ളിൽ. മനസ്സിലാവുന്നുണ്ടോ? പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? Yes, sir.
ഞാൻ പറഞ്ഞു തരുന്നത് ക്ലിയർ ആവുന്നുണ്ടോ നിങ്ങൾക്ക്? Yes, sir. എഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? Mass per second multiplied by v1x minus v1 v2x ആണ്. v1x എന്ന് പറഞ്ഞാൽ എന്താ? ഇനീഷ്യൽ വെലോസിറ്റി in the x direction before striking. v2x final velocity in the x direction after strike. Initial velocity v cos theta. Final velocity minus v cos theta. So ഇത് വരുന്നത് fx എന്ന് പറഞ്ഞാൽ rho into a into b multiplied by v cos theta minus of minus v cos theta. ഇവിടെ v cos theta plus v cos theta ആവും. അത് 2v cos theta ആവും. ആ 2v cos theta പുറത്തൊരു v ഉണ്ട്. So 2v square cos theta. So finally fx will be 2 into rho a v square cos theta. ഇതായിരിക്കും fxന്റെ വാല്യൂ. ക്ലിയർ ആകുന്നുണ്ടോ? ഈ പറഞ്ഞ ക്ലിയർ ആണോ? Yes, sir. തൊട്ട് മുന്നേ ചെയ്ത ഡെറിവേഷനിൽ എന്താണോ അതേപോലെ തന്നെയാണ്. ഇത് fxന്റെ വാല്യൂ ആണ്. സർ ആ V1 എന്ന് പറയുന്ന താഴത്തെയുള്ള വിന്റെ പറഞ്ഞോ, രാഹുലെ പറഞ്ഞോ, ചോദിച്ചോ. സർ ആ V1 എന്ന് പറയുന്ന താഴെയുള്ള വിനെ ഉദ്ദേശിച്ചത്? അതെ, v1 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി ആണ്. ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ തുടക്കത്തിലെ വെലോസിറ്റി. തുടക്കത്തിലെ വെലോസിറ്റി എന്താണ്? ഇതിനെ സ്ട്രൈക്ക് ചെയ്യുന്നതിന് മുന്നേയുള്ള വെലോസിറ്റി. ഈ കേർവ്ഡ് പ്ലേറ്റിനെ ഈ പോയിന്റിലാണ് സ്ട്രൈക്ക് ചെയ്യുന്നത് അല്ലെ? ഈ വൺ ഓഫ് ദ ഇത് രണ്ടും എന്താ? ഇൻലെറ്റ് എൻഡും ഔട്ട്ലെറ്റ് എൻഡും ആണ്. ഈ ഇൻലെറ്റ് എൻഡിൽ ടാൻജൻഷ്യലി ആണ് ജെറ്റ് സ്ട്രൈക്ക് ചെയ്യുന്നത്. സോ ബിഫോർ സ്ട്രൈക്കിംഗ് ഉള്ളതായിരിക്കും ജെറ്റിന്റെ ഇനീഷ്യൽ വെലോസിറ്റി. അത് v ആണ്. ഈ v ആണ് ഇനീഷ്യൽ, സോറി ഇതല്ല, ഈ v ഇനീഷ്യൽ വെലോസിറ്റി. ബട്ട് നമ്മൾ എടുക്കുന്ന fx ആണ്, എക്സ് ഡയറക്ഷനിലേക്കുള്ള ഫോഴ്സ് ആണ്. സോ ഈ v-നെ എക്സിലേക്ക് റിസോൾവ് ചെയ്താൽ ആംഗിൾ തീറ്റ ആണെങ്കിൽ v cos തീറ്റ ആണ്. സോ എക്സ് ഡയറക്ഷനിലേക്ക് വരുന്ന v1x എന്ന് പറഞ്ഞാൽ v cos തീറ്റ ആണ്. മനസ്സിലായോ? ബട്ട് v2x എന്ന് പറഞ്ഞാൽ എന്താ? ഇതേ എക്സ് ഡയറക്ഷനിൽ ആഫ്റ്റർ സ്ട്രൈക്കിംഗ്, സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കേർവ്ഡ് പ്ലേറ്റിന്റെ ഔട്ട്ലെറ്റ് ടിപ്പിലൂടെ പുറത്തേക്ക് പോകുന്നത് അത് ഈ വെലോസിറ്റിയാണ് അല്ലെ? ബട്ട് എക്സ് ഡയറക്ഷൻ ആയതുകൊണ്ട് ഈ v അല്ല എടുക്കേണ്ടത്, v-നെ എക്സിലേക്ക് റിസോൾവ് ചെയ്ത് v cos തീറ്റ. പക്ഷെ ഇവിടെ v cos തീറ്റ ഇങ്ങോട്ടാണെങ്കിൽ ഇവിടെ v cos തീറ്റ നേരെ ഓപ്പോസിറ്റ് ആണ്. അതുകൊണ്ട് നെഗറ്റീവ് വന്നു, മൈനസ് v cos തീറ്റ. മനസ്സിലായോ? സോ മൈനസ് മൈനസ് പ്ലസ് ആവും. ഇവിടെ 2v cos തീറ്റ വരും, ആ 2 പുറത്തുകൊണ്ട് വരും. ഇവിടെ ഒരു v ഉണ്ട്, v-യും മൾട്ടിപ്ലൈ ചെയ്ത v സ്ക്വയർ ആവും. സോ ഫൈനലി 2 rho a v square cos theta വരും, fx. ക്ലിയർ ആണോ? സിമിലർലി fy എന്തായിരിക്കും? What will be fy? തൽക്കാലം ഇതൊന്നും മാറ്റി കളയില്ല. What will be fy? fy നമുക്ക് ഇങ്ങനെ എഴുതാം, മാസ് പെർ സെക്കൻഡ്. മാസ് പെർ സെക്കൻഡ് rho into 8 multiplied by v1y minus v2y എന്ന് എഴുതാം അല്ലെ? v1y എന്ന് പറഞ്ഞാൽ എന്താ? ഈ സൈഡിലെ, v2y എന്ന് പറഞ്ഞാൽ ഈ സൈഡാണ്, y ഡയറക്ഷനിലാണ്. വെലോസിറ്റി അലോങ് ദ y ഡയറക്ഷൻ ബിഫോർ സ്ട്രൈക്കിംഗ്, ഇനീഷ്യൽ വെലോസിറ്റി. അതാണ് ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ v ആണ്, y ഡയറക്ഷൻ അത് v sin theta അല്ലെ? സോ ഇതിന്റെ ഉള്ളിൽ വരുന്നത് അതായത് rho a b ഇതിൽ വരുന്ന ഒന്ന് v sin theta ആദ്യത്തെ അല്ലേ? രണ്ടാമത്തതോ v മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത് v ആയിട്ട് തന്നെയാണ്. ബട്ട് ഔട്ട്ലെറ്റിലെ v, അതായത് v2y എന്ന് പറഞ്ഞാൽ ഔട്ട്ലെറ്റ് ടിപ്പിലൂടെ ആഫ്റ്റർ സ്ട്രൈക്കിംഗ് അതിന്റെ y ഡയറക്ഷൻ, ഈ v-നെ ഈ v-യിലേക്ക്, ഈ y ഡയറക്ഷനിലേക്ക് റിസോൾവ് ചെയ്യും. അതും v sin theta, രണ്ടും ഒരേ ഡയറക്ഷൻ ഉണ്ടാകുന്നത്. നേരത്തെ ഒന്നിങ്ങോട്ടും ഒന്നിങ്ങോട്ടും ആയിരുന്നു റിസോൾവ് കോമ്പണൻസ്. ബട്ട് ഇവിടെയോ ഒരു കോമ്പണന്റ് ഇങ്ങോട്ടും ഒരു കോമ്പണന്റ് ഇങ്ങോട്ടും ആണ്, രണ്ടും ഒരേ ഡയറക്ഷനാണ്. സോ മൈനസ് ഓഫ് മൈനസ് ഒന്നും വരില്ല, മൈനസ് ഇവിടെയുള്ളത് v sin theta ആണ്. So finally fy will be 0.
ഇത് മനസ്സിലായോ എഴുതിയത്? Yes, sir. ഈ കേർഡ് പ്ലേറ്റിലെ രണ്ടാമത്തെ സെക്ഷൻ ഉണ്ട്. സെക്ഷൻ എന്ന് പറഞ്ഞാല് ഇപ്പോഴെന്തായിരുന്നു? ജെറ്റ് ഈസ് സ്ട്രൈക്കിംഗ് ദ കേർവ്ഡ് പ്ലേറ്റ് at one end tangentially when the curved plate is symmetrical. X-axis about x-axis, if the curved plate was symmetrical, ആ condition ആണ് നോക്കിയത്. Jet striking at one of the end point. അടുത്ത തേർഡ് കേസ് എന്ന് പറഞ്ഞാൽ again jet is striking like this, ഇതേപോലെ തന്നെ at one of the end. Tangentially at one end ആണ് jet strike ചെയ്യുന്നത് on a curved stationary plate. But ഈ കേസിൽ the stationary plate is not symmetrical about any axis. Unsymmetrical ആയിട്ട് ഒരു curved plate. അതായത് ഞാൻ ഇപ്പം വരച്ച എക്സ് ഈ നടുവിലൂടെ ആയിരുന്നെങ്കിൽ ഇപ്പൊ ഇതിന്റെ ഷേപ്പ് കുറച്ച് വ്യത്യാസം വരും. അതായത് ഇത് ഷേപ്പ് വ്യത്യാസമല്ല. ഇത് ഇങ്ങനെയും വരുന്നുണ്ട്, ഈ ഡയറക്ഷനിലാണ്. ഇത് കുറച്ചും കൂടി എന്താ പറയാ ടിൽറ്റഡ് ഡയറക്ഷൻ അല്ലേ? ഷേപ്പ് വ്യത്യാസമല്ലേ? അല്ലേ? ഞാൻ ഇവിടെ ഒരു ആക്സിസ് എക്സ് വരക്കുന്നു. സിംപ്ലി ഒരു ഹൊറിസോണ്ടൽ ആക്സിസ് എക്സ് ആണ് കാണിക്കുന്നത്. അത് നടുക്കൂടെ വരണമെന്നോ മേലെക്കൂടെ വരണമെന്നൊന്നുമില്ല. കാരണം ദിസ് ഇസ് എൻ അൺസിമെട്രിക്കൽ കേർവ്ഡ് പ്ലേറ്റ്. സോ അൺസിമെട്രിക്കൽ കേർവ്ഡ് പ്ലേറ്റിൽ വരുന്ന വ്യത്യാസം ഇത്രയേ ഉള്ളൂ. ജെറ്റ് സ്ട്രൈക്ക് ചെയ്യുന്ന ഈ എൻഡ് തന്നെ വൺ ഓഫ് ദി എൻഡ് പോയിന്റ്സ് ആണ് ഇറ്റ് ഈസ് ഗോയിങ് ടാൻജൻഷ്യലി. ബട്ട് ഇത് ടാൻജൻഷ്യലി മുമ്പ് ഇവിടെ സ്ട്രൈക്ക് ചെയ്ത് ഇങ്ങനെ പോയിട്ട് ഔട്ട്ലെറ്റിലേക്ക് വരുമ്പോൾ ഇതിന്റെ കർവേച്ചർ കുറച്ചും കൂടി കൂടുന്നുണ്ട്. ഇങ്ങനെയാണ്. That means if the velocity, see, again we are considering the plate to be smooth. Smooth plate ആയതുകൊണ്ട് തന്നെ there won't be any energy losses. So initial velocity v ആണെങ്കിൽ പുറത്തേക്കുള്ള വെലോസിറ്റിയും അതായത് ഔട്ട്ലെറ്റ് എൻഡിലൂടെ പുറത്തേക്ക് പോകുന്ന വെലോസിറ്റിയും സെയിം ആയിരിക്കും. v തന്നെയായിരിക്കും. ഓൺലി ഡിഫറൻസ് ഈസ് ഇവിടെ എക്സ് ആക്സിസുമായിട്ട് ഇഫ് ഇറ്റ് ഈസ് മേക്കിംഗ് ആൻ ആംഗിൾ തീറ്റ, ഈ കേസിൽ എക്സ് ആക്സിസുമായിട്ട് സെയിം ആംഗിൾ അല്ല മേക്കിംഗ്. ആംഗിൾ വിൽ ബി ഡിഫറെന്റ്. മനസ്സിലാവുന്നുണ്ടോ? Yes, sir. ഞാൻ പറഞ്ഞത് ഇവിടെ എക്സ് ആക്സിസുമായിട്ട് ഈ വി മേക്ക് ചെയ്യുന്നത് തീറ്റ ആണെങ്കിൽ ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ വിൽ ബി ഡിഫറെന്റ് ആംഗിൾ. ഈ ആംഗിൾ ഫൈ ആണെന്ന് എടുക്കാം. മനസ്സിലാവുന്നുണ്ടോ? കാരണം അൺസിമെട്രിക്കൽ ആണ് അല്ലെ? അൺസിമെട്രിക്കൽ ആകുമ്പോൾ ആ ഷേപ്പ് അനുസരിച്ച് ആ വെള്ളം പുറത്തേക്ക് പോവുക. സോ വി എന്ന വാല്യൂ മാറുന്നില്ല. വെലോസിറ്റി ഇനീഷ്യലും സ്ട്രൈക്ക് ചെയ്ത് പുറത്തേക്ക് പോകുമ്പോൾ വെലോസിറ്റിയും വി തന്നെയാണ്. രണ്ടും വി ആണ്. ബിക്കോസ് പ്ലേറ്റ് സ്മൂത്ത് ആണ്, എനർജി ലോസ് ഇല്ല. ബട്ട് ഡയറക്ഷനിൽ ചെറിയ വ്യത്യാസം വരും. കർവേച്ചർ ചെറിയതായിട്ട് മാറും.
സോ ഇവിടെ വി എക്സ് ആക്സ് ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ ആണെങ്കിൽ ഇവിടെ അത് ഫൈ ആയി. അപ്പൊ ഈ വിനെ എക്സ് അലോങ് എക്സിലേക്ക് ഇഫ് യു ആർ റിസോൾവ് വി കോസ് തീറ്റ കോമ്പണന്റ്. ബട്ട് ഇവിടെയുള്ള വിന അലോങ് എക്സ് ആക്സിസ് ഇഫ് യു ആർ റിസോൾവ് ഈ കോമ്പണന്റ് എന്തായിരിക്കും? വി കോസ് തീറ്റ ആയിരിക്കും. വി കോസ് ഫൈ ആയിരിക്കും. ഇത് y ഡയറക്ഷനിലേക്ക് പോകുമ്പോൾ ഇതെന്താവും? വി സൈൻ തീറ്റ ആയിരിക്കും ഇനീഷ്യൽ വെലോസിറ്റി. ഫൈനൽ വെലോസിറ്റി എന്തായിരിക്കും? വി സൈൻ ഫൈ ആയിരിക്കും. ദിസ് ഇസ് ദ ഡിഫറൻസ്. തേർഡ് കേസ് ഈ ഫിഗർ കൂടി ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തു. ഇത് കേസ് 3 ആണ്. എ ബി സി സി ആണ്. ഇത് ജെറ്റ് സ്ട്രൈക്കിംഗ് ടാൻജൻഷ്യലി തന്നെയാണ്. വൺ എൻഡ്. ഓക്കെ, jet is striking tangentially at one end of the curved plate, but then the plate is unsymmetrical. That is unsymmetrical. സ്റ്റേഷനറി ആണ്, പ്ലേറ്റ് സ്റ്റേഷനറി ആണ്, പ്ലേറ്റ് മൂവ് ചെയ്യുന്നില്ല. മൂവിങ് പ്ലേറ്റ് ആണെങ്കിൽ ഈ ഇമ്പാക്ട് കൊണ്ട് പ്ലേറ്റും തെറിക്കും വെള്ളവും തെറിക്കും. ഇത് Yes, sir. ഇവിടെ ഒരു ഡിഫറൻസസ് ഇത്രയുള്ളൂ. ഞാൻ ഈ പോർഷൻ ജസ്റ്റ് മായ്ച്ചോളൂ എഴുതാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് എഫ് എക്സ് ഫോഴ്സ് അലോങ് എക്സ് ഡയറക്ഷൻ മാസ് ഫ്ലോ റേറ്റ് റോ എ ഡി മൾട്ടിപ്ലൈഡ് ബൈ v1x minus v2x ആണ്. ഇനീഷ്യൽ വെലോസിറ്റി ബിഫോർ സ്ട്രൈക്കിംഗ്, ഫൈനൽ വെലോസിറ്റി ആഫ്റ്റർ സ്ട്രൈക്കിംഗ്. ഇതില് v1x എന്ന് പറഞ്ഞാൽ അതായത് റോ എ ഡി മൾട്ടിപ്ലൈഡ് ബൈ v1x എന്ന് പറഞ്ഞാൽ v cos θ ആണ്. മൈനസ് ഓഫ് ഇവിടെ വരുമ്പോൾ എന്താ വരുന്നത്? പാരലൽ ടു എക്സ് ഡയറക്ഷൻ തന്നെയാണ് ഇത്, പക്ഷെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് അല്ലേ? സോ മൈനസ് ഓഫ് മൈനസ് വി കോസ് ഫൈ എന്ന് വരില്ല. സോ ഇതെന്താ? വി കോസ് ഫൈ പ്ലസ് വി കോസ് തീറ്റ പ്ലസ് വി കോസ് ഫൈ വരും. വി പുറത്തേക്ക് എടുക്കാം. സോ ദിസ് വിൽ ബി rho into a into b square cos theta plus cos phi. fx എന്ന് പറഞ്ഞാൽ rho a v square cos theta plus cos phi. Is the clear line? Yes, sir. What will be Fy? Again, rho into a into b multiplied by b1 by minus b2y.
a v എഴുതി v1 എന്ന് പറഞ്ഞാൽ ഇതാണ് v sin theta മൈനസ് ഇവിടെ v sin phi v പുറത്തെടുത്താൽ rho into a into v square sin theta minus sin theta. Clear ആണോ എഴുതിയത്? Yes, sir. So we have completed the first section, the first part completed. Impact of jet on stationary plate in the എല്ലാ subdivisions complete ചെയ്തു. ഇനി നമുക്കുള്ളത് impact of jet on moving plates ആണ്. Moving plates ഇതേ കാര്യങ്ങളാണ് വരിക. Fundamental principles will remain the same, but differences will be there. കാരണം ഇവിടെയൊക്കെ plate stationary ആണ്. Okay. ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കോ. Find the force exerted by a jet of water of diameter 75 mm on a stationary flat plate when the jet strikes the plate normally with velocity of, let's say, 20 meter per second. Solving. Find the force exerted by a jet of water of diameter, simple question, jet of water of diameter 75 mm on a stationary flat plate when the jet strikes the plate normally with velocity of 20 meter per second. Answer what?
ആൻസർ പറ. ആകാശ്, ആകാശില്ലേ? ആ സർ. ആകാശ് ആൻസർ എത്രയാ? ആകാശ് ആൻസർ എത്രയാ? കിട്ടിയിട്ടില്ല. അമിത് ഉണ്ട്, അമിത്. അമിത്തില്ലേ? അമിത് ഉണ്ട്, അമിത്. സാറേ മൈക്ക് ഓൺ ആകുന്നില്ല. അമിത് ആൻസർ എത്രയാ? സാർ അത് മുഹമ്മദ് ഫത്തേ ഉണ്ടോ? ഫത്തേ, മുഹമ്മദ് ഫത്തേ ചെയ്തോണ്ടിരിക്കുന്ന എങ്ങനെ ചെയ്യുന്നെന്ന് പറ. ഫത്തേ എങ്ങനെ ചെയ്യുന്നേ? FX FI എടുത്തിട്ട് FX FI നിർത്ത് ചെയ്ത് നിർത്ത്. തെറ്റാന്ന്. രാഹുൽ രാജീവ് ആൻസർ എത്രയാ? കിട്ടിയിട്ടില്ല. നിങ്ങളെ ഞാൻ സീരിയസ് ആയിട്ട് പറയാം, നിങ്ങൾ തല ഒരു ഒട്ടും അനക്കിയില്ലെങ്കിൽ നിങ്ങളെ അവസ്ഥ വളരെ മോശമായിരിക്കും. പ്രത്യേകിച്ച് FM പോലത്തെ ഒരു സബ്ജക്റ്റില്. എന്തിനാ FX FI എല്ലാം കണ്ടുപിടിക്കുന്നത്? ഇതെന്താണ് കേസ്? സ്റ്റേഷനറി ഫ്ലാറ്റ് പ്ലേറ്റ് ജെറ്റ് സ്ട്രൈക്കിംഗ് ദ പ്ലേറ്റ് നോർമലി ആണ്. സ്റ്റേഷനറി ഒരു ഫ്ലാറ്റ് പ്ലേറ്റ് ഉണ്ട്, ഇങ്ങനെ ഒരു പ്ലേറ്റ് ഉണ്ടെങ്കിൽ ഈ പ്ലേറ്റിന്റെ മേലേക്ക് ജെറ്റ് നോർമലി ഹിറ്റ് ചെയ്യുന്നതാണ്, നേരെ നടക്കും. അപ്പൊ ഇങ്ങനെയാണ് ഇത് പോവുക. FOI എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല, കാരണം വൈ ഡയറക്ഷനിലെല്ലാം 0 ആയിരിക്കും. ഫസ്റ്റ് കേസ് നമ്മൾ പഠിച്ചത് അല്ലേ? ഫസ്റ്റ് കേസ് അല്ലേ ഇത്? ഫസ്റ്റ് കേസിൽ എന്താണ് ഇക്വേഷൻ? എന്താണ്? ഫോഴ്സ് F is equal to rho into A into V square ആണ് അല്ലേ? ഡയമീറ്റർ തന്നിട്ടുണ്ട് D. A കണ്ടുപിടിച്ചൂടെ? 5/4 D square. വെലോസിറ്റി തന്നിട്ടുണ്ട്. പിന്നെ റോ ആണ്. റോ എത്രയാ? അതാരാണ് ആൻസർ? ശ്രീരാഗ് വിജയൻ. കറക്റ്റ് ആണ്. 17 എത്ര ശ്രീരാഗ് ആൻസർ? 1766 അല്ലേ? ശ്രീരാഗ് ആൻസർ എത്രയാ? 1766 ആണ് വരിക. അത് എവിടെയെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടാവും, ഏതെങ്കിലും നീ വാല്യൂ എടുക്കുന്നതിൽ തെറ്റിയിട്ടുണ്ടാവും. നിനക്ക് ഏരിയ എത്ര കിട്ടി? ഏരിയ 0.44. ഓക്കെ, 0.44 ആണ് എടുത്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, അതൊരു 4 ഡെസിമൽ പ്ലേസ് വരെ എടുത്തിട്ട് ഓക്കെ, കറക്റ്റ് ആണ്. ഓക്കെ, 0.44 ആണെങ്കിൽ കറക്റ്റ്. 17600 1760 അങ്ങനെ എനിക്ക് കിട്ടും. ഇതാണ് ഇക്വേഷൻ. റോ എത്ര എടുക്കണ്ട? റോ 1000 ആണ് അല്ലെ? റോ is 1000 kg/m³. Finally, you will obtain F is equal to 1766 or 66 or something ന്യൂട്ടൺ ആണ്. ആൻസർ എഴുതുമ്പോൾ യൂണിറ്റ് എഴുതിയിട്ടെങ്കിൽ മാർക്ക് കിട്ടൂല. ഇതൊരു 4 മാർക്കിന്റെ ചോദ്യം നേരിടാം. നിങ്ങൾ ഈ യൂണിറ്റ് എഴുതിയില്ലെങ്കിൽ യു വിൽ ഗെറ്റ് ഓൺലി 3 or 3.5 മാർക്സ്. ഹാഫ് മാർക്കൊക്കെ വളരെ വാല്യുബിൾ ആയിരിക്കും. ജസ്റ്റ് പാസിന്റെ അവസ്ഥയിലേക്കൊക്കെ എത്തുന്ന ഘട്ടമാണെങ്കിൽ ഈ ഒരു ഹാഫ് മാർക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 39 വരെയുള്ള 40 ആയി മാറും. ഹാഫ് മാർക്കൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. യൂണിറ്റ് എഴുതാതെ ഒരിക്കലും ന്യൂമറിക്കൽ അറ്റംപ്റ്റ് ചെയ്യാൻ പാടില്ല. ഇത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ, ഈ ഒറ്റ ഇക്വേഷൻ. ഡയമീറ്റർ D തന്നിട്ടുണ്ട്, ഡിയിലൂടെ A കണ്ടുപിടിക്കാം.
വെലോസിറ്റി വി തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എന്താന്ന് ആദ്യം മനസ്സിലാക്കുക. ഒറ്റയടിക്ക് നിങ്ങൾ വെറുതെ FX, FI എന്നെല്ലാം പറഞ്ഞ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകേണ്ട ആവശ്യം എന്താ? ഫസ്റ്റ് കേസ് ആണ് സ്റ്റേഷനറി ഫ്ലാറ്റ് പ്ലേറ്റ് when the jet strikes normally. നോർമലി എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ആയിട്ട്, പ്ലേറ്റിന് പെർപെൻഡിക്കുലർ ആയിട്ട്. ഇക്വേഷൻ ഒരു സെന്റൻസിൽ ആൻസർ ഉണ്ട്. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് ഈ അസൈൻമെന്റ് അവേഴ്സ് എന്ന് പറഞ്ഞിട്ട് പ്രത്യേക അവേഴ്സ് ഇല്ലേ ടൈം ടേബിളിൽ? ഇല്ലേ? ഏതൊക്കെ ടോപ്പിക്സ് ആണ് കവർ ചെയ്ത് പോകുന്നത് അതുമായി റിലേറ്റ് ചെയ്ത ന്യൂമറിക്കൽസ് ഞാൻ അസൈൻമെന്റ് ആയിട്ട് ഇടും. അത് ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ അറ്റൻഡൻസും കിട്ടും. ഓക്കെ, ക്ലിയർ ആണോ? സർ. Yes, sir.